ജീവിത ഭാരത്തോടൊപ്പം ജോലി ഭാരം കൂടെ കൂടിയപ്പോൾ ജോലി ഭാരത്തിൻ്റെ പ്രഷർ താങ്ങാനാവാതെ കൈവിട്ടു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ചോ ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി സ്പർശിക്കണമെന്ന് തോന്നി. കാരണം ഇപ്രകാരമുള്ള ചിന്തകൾ കേൾക്കുന്ന ആർക്കെങ്കിലും ഇവയെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവിതങ്ങളെ ഉയർത്താനാവും. അങ്ങനെയുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് പോലും. മെമ്മോ കൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത്. എന്തിനും ഏതിനും മെമ്മോ കൊടുക്കുന്ന, അപ്പോൾ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്മോ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് വളരെ തളർത്തുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ ലീവ്, അവനവന് അവകാശപ്പെട്ട ലീവ് ആണെങ്കിൽ കൂടി അത് അത്യാവശ്യത്തിനെടുക്കുമ്പോൾ പോലും അത് നിഷേധിക്കുന്ന അവസ്ഥ, അത് അങ്ങനെ ലീവ് എടുത്താൽ പോലും അതിനും മെമ്മോ കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ എന്തിനും ഏതിനും അധികാരികളിൽ നിന്ന് മെമ്മോ കിട്ടി അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നടക്കേണ്ടി വരുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് വലിയ ഒരു മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വർക്ക് കൾച്ചർ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഗുണപരമായ മേന്മ ജോലിയുടെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ സഹപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനും സാധിക്കും. ഒരുമിച്ചുള്ള യാത്രയാണ് ഏത് സ്ഥാപനത്തിൻ്റെയും മുന്നോട്ടുള്ള ഗതി എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെയും കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അധികാരികൾ എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാകുമ്പോഴും മാത്രമേ കീഴ് ജീവനക്കാർ എന്ന് പറയുന്ന ഒരവസ്ഥ വരികയുള്ളൂ. നേരെ മറിച്ച് അധികാരം എന്നുള്ളത് സേവനത്തിനുള്ളൊരു വേദിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സർക്കാർ ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സർവൻ്റ് എന്ന് പറയാം. കാരണം നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ശുശ്രൂഷയുടെ ഒരു മനോഭാവത്തോടെ, സേവനത്തിൻ്റെ മനോഭാവത്തോടു കൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സമീപിക്കാനായാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വരുത്താൻ കഴിയും. അങ്ങനെ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ല. പലരും എന്നോട് പറയാറുണ്ട്, എന്ത് ജോലിയും ചെയ്യാൻ തരാണ്, പക്ഷേ ജോലി ചെയ്യുന്ന എന്നതിനേക്കാൾ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മളൊരു കാപട്യത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ചെയ്യുന്ന ജോലിയെ മനസ്സിലാക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാത്ത ജോലി ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു കപടമുഖം ധരിക്കേണ്ടി വരുന്നു. അപ്പോൾ പലപ്പോഴും വളരെ ഇൻ്റഗ്രിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നത് എങ്ങനെ ഒരു ഡിപ്ലോമസിയിലൂടെ കാര്യങ്ങൾ നേടാമെന്നുള്ളതാണ്. സത്യസന്ധതയ്ക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഡിപ്ലോമസിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ ഡിപ്ലോമസിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകുമ്പോൾ ഒരു മനസാക്ഷി വഞ്ചന അവിടെ നടക്കുന്നത്. അങ്ങനെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാനും ആവില്ലല്ലോ. അപ്പോൾ സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മാനസികാവസ്ഥ താങ്ങാനാവാത്ത നിലയിലേക്ക് വരും. അവിടെയാണ് ഈ സമ്മർദ്ദം വരുന്നത്. അതുകൊണ്ട് അധിക ജോലി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള ജോലി നന്നായി ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴിയായിട്ട് നമ്മൾ സേവനം ചെയ്യുന്ന മേഖലകളിലും സ്ഥാപനങ്ങളിലും എല്ലാം പുതിയൊരു പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതായിരിക്കും ഒരുപക്ഷെ നല്ലൊരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും ജോലി ഭാരത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാവില്ല. ജോലിയുടെ അധികാരിയുടെ അന്ധതയുടെ പേരിൽ ഉള്ളൊരു മാനസിക വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.